ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. അൺഅക്കാഡമി കേരള PSC ആസ്പിരൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പുതിയ ചാനലാണ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. ദെൻ അൺഅക്കാഡമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. സോ കേരള PSCക്ക് വേണ്ടി അൺഅക്കാഡമി ഇപ്പോൾ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന് പറഞ്ഞൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സോ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ അക്കാഡമിക് കണ്ടന്റ്സും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിൽ അവൈലബിൾ ആണ്. ഓൾസോ നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ കംപ്ലീറ്റ് അക്കാഡമിക് കണ്ടന്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് അക്കൗണ്ട് ആവശ്യമാണ്. സോ ഒരു അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ കൂടെ പ്രിയപ്പെട്ട ആസ്പിരൻസ് എടുക്കുക. സോ ദെൻ ഈ കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന എന്നെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് അരുൺ ശിവരാമൻ. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. സോ 3 വർഷത്തിലധികമായി UPSC അതുപോലെ തന്നെ PSC ആസ്പിരൻസിന് വേണ്ടി ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് പൊളിറ്റി, ജോഗ്രഫി, കേരള ഹിസ്റ്ററി തുടങ്ങിയ സബ്ജക്ട്സ് ആണ് എൻ്റെ കോർ സബ്ജക്ട്സ്. ദെൻ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിലൂടെ എന്ത് ബെനിഫിറ്റ്സ് ആണ് ഒരു ആസ്പിരന്റിനുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സോ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് കിട്ടുന്നു. അതായത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ക്ലാസ് റൂം എൻവറോൺമെന്റ് തന്നെ അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ ലൈവ് ക്ലാസ്സസിൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററോട് ചോദ്യങ്ങൾ ചോദിക്കാം, ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എവിടെയാണോ സംശയമുള്ളത് സംശയങ്ങളെല്ലാം ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം അൺഅക്കാഡമി പ്ലസിലുണ്ട്. ഓക്കെ, സോ ഇതൊരു പ്ലസ് ഫീച്ചറാണ്. ദെൻ സ്ട്രക്ചേർഡ് കോഴ്സസ്. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുന്ന സമയത്തും നമുക്കതിൻ്റെ പ്രോപ്പർ സിലബസിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല. സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഏത് ഏരിയയ്ക്കാണ് വെയിറ്റേജ് കൂടുതൽ മുതലായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും. സോ നമ്മൾ അങ്ങനെ ഒരു സെൽഫ് പ്രിപ്പറേഷന് ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രക്ചേർഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കോഴ്സ് പൂർണ്ണമായി എന്ത് ചെയ്യുന്നു? അൺഅക്കാഡമി സ്ട്രക്ചർ ചെയ്യുന്നു. നിങ്ങളുടെ സിലബസിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് കിട്ടുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് സൊല്യൂഷൻ. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് PDF PPT ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നു. ഓൾസോ കംപ്ലീറ്റ് കവറേജ് ഓഫ് ദ സിലബസ്. ഓക്കെ, സിലബസിന്റെ ഒരു എക്സോസ്റ്റീവ് കവറേജ് കൂടെ അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആണ് ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ്. ഓക്കെ, നമ്മൾ എത്ര കണ്ട് പ്രിപ്പയർ ചെയ്താലും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഒന്നും എടുക്കാതെ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടൈം മാനേജ്മെന്റിന് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആവില്ല. നമുക്കറിയാവുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റാതെ വരും. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ധാരാളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എടുക്കാം അൺഅക്കാഡമി. ഓക്കെ, അൺഅക്കാഡമി നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഓരോ ക്ലാസ്സുകളുടെയും ഇടയ്ക്ക് എഡ്യൂക്കേറ്റർ ലൈവ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി എയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റിയൽ ടൈമിൽ തന്നെ അതിന്റെ ആൻസർ ചെയ്യാം. നിങ്ങളുടെ ഉത്തരം ശരിയാണോ തെറ്റാണോ, നിങ്ങൾ എത്ര സമയം എടുത്തു എന്നുള്ളതെല്ലാം അടുത്ത ഇൻസ്റ്റന്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓൾസോ അൺലിമിറ്റഡ് ആക്സസ് ആണ് അൺഅക്കാഡമി പ്ലസിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ലൈവ് ആൻഡ് റെക്കോർഡഡ് കോഴ്സസും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, ലാപ്ടോപ്പ് ആവാം, ടാബ് ആവാം, മൊബൈൽ ഫോൺ ആവാം, ഓക്കെ, എന്ത് സ്മാർട്ട് TV ആവാം. ഓക്കെ, സോ എന്തിൽ വെച്ചും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം ഒരൊറ്റ പ്ലസ് സബ്സ്ക്രിപ്ഷനിലൂടെ. പ്ലസ് സബ്സ്ക്രിപ്ഷൻ ₹350 പെർ മന്ത്. ഓക്കെ, സോ അത്രയും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ അൺഅക്കാഡമി ഈടാക്കുന്നുള്ളൂ. ദെൻ അൺഅക്കാഡമിയുടെ ലൈവ് ക്ലാസ്സസിന്റെ ഒരു ടെംപ്ലേറ്റ് ആണിത്. സോ ടെംപ്ലേറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ എക്സാംസിനും വേണ്ടി എന്താണ് സെപ്പറേറ്റ് ബാച്ചസ്. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് ഫാക്കൽറ്റി. ഓൾസോ ലൈവ് ക്ലാസ്സസ് നോക്കൂ, സ്ട്രാറ്റജിയുടെ വീഡിയോ, ഓൾസോ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ, 100 റിപ്പീറ്റഡ് MCQസിന്റെ വീഡിയോ. സോ അങ്ങനെയുള്ള ഒരു PSC എക്സാമിന് വേണ്ട എല്ലാം അൺഅക്കാഡമി പ്ലസ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ PSC മേഖലയിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ ഒരു ഡാഷ്ബോർഡാണിത്.
ഇവരിൽ പലരെയും നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇവരിൽ പലരുടെയും ക്ലാസ്സുകൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഇവരുടെ കംപ്ലീറ്റ് ക്ലാസ്സസ്, ഓക്കെ, ഇവരെടുക്കുന്ന എല്ലാ എക്സാംസിനുമുള്ള കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസിൽ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ഫേവറേറ്റ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സ് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അവരുടെ അൺലിമിറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു ഇഫ് യു ആർ എ പ്ലസ് സബ്സ്ക്രൈബർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അൺഅക്കാഡമി വിവിധ എക്സാംസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ബാച്ചസിന്റെ ഒരു ടെംപ്ലേറ്റ് ആണിത്. സോ നമുക്ക് LDC പ്രിപ്പറേഷൻ 90 days പാർട്ട് 1, LDC പ്രിപ്പറേഷൻ 90 days പാർട്ട് 2. സോ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വരും എന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന അവസരത്തിൽ തന്നെ അൺഅക്കാഡമി ആ എക്സാമിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാച്ചിനെ തന്നെ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തു തരുന്നതാണ്. ഓക്കെ, സോ അതിൽ ഓരോ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വൽ ഫാക്കൽറ്റി ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് അക്കാഡമിക് കണ്ടന്റ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ലാതെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കമ്പൈലേഷൻ ആക്കി ജസ്റ്റ് MCQ സോൾവ് ചെയ്യുന്നതല്ല അൺഅക്കാഡമിയുടെ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ബാച്ചും ഓരോ എക്സാമിനും വേണ്ടി ഓരോ ഡെസിഗ്നേറ്റഡ് ബാച്ച്, അത് എക്സ്ക്ലൂസീവ്ലി ഫോർ LDC ആയിരിക്കും. ഓക്കെ, സോ അതാണ് അൺഅക്കാഡമി പ്ലസിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ലാംഗ്വേജ് പോലുള്ള ഏരിയാസ് ഉണ്ട് അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നെല്ലാം പറയുന്നത് പലപ്പോഴും പല ആസ്പിറൻസിനും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അതായത് മേ ബി ഒരു പ്രോപ്പർ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒന്നും ഇല്ലാത്ത ആസ്പിറൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് അതിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ സോൾവ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു മാർക്ക് എന്താണ് ചെയ്യുക, ഇതുവഴി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ബട്ട് അൺഅക്കാഡമി പ്ലസിൽ SBI PO ആൻഡ് SSC അതിനെല്ലാം ടീച്ച് ചെയ്യുന്ന ഫാക്കൽറ്റീസ് നിങ്ങൾക്കുണ്ട്. അവർ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെക്ഷൻ വളരെ ക്ലിയർ ആയി തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. നിങ്ങൾക്ക് അവരുടെ സർവീസസ് അവൈൽ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുന്നതും എന്താണ്, ഒരു പ്രധാനപ്പെട്ട ബാക്കിയുള്ള ആസ്പിറൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയയാണ് അല്ലെ. പലർക്കും ലാംഗ്വേജിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. സോ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ലാംഗ്വേജും ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. സോ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ദെൻ അൺഅക്കാഡമിയുടെ മറ്റ് അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത് അൺഅക്കാഡമിയിൽ ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ എന്താണ് അൺഅക്കാഡമിക് കണ്ടന്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മറ്റ് ഭാഷാപരമായ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾസോ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഷെഡ്യൂളിൽ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്കൊരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ആ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിടാം. ഓൾസോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് സമയത്ത് ഇരുന്നു കൊണ്ടും അത് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അൺഅക്കാഡമിയുടെ അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം ഗുണം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്ററുമായി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു പ്രോപ്പർ ഫാക്കൽറ്റി, എങ്ങനെയാണോ ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു പ്രോപ്പർ ഫാക്കൽറ്റിയോടുള്ള നമ്മളുടെ ട്രാൻസാക്ഷൻ അതേ രീതിയിൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അൺഅക്കാഡമി പ്ലസ് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, ക്ലാരിറ്റി വരുത്താം. ഓൾസോ എഡ്യൂക്കേറ്റർ അപ്പോൾ എയർ ചെയ്യുന്ന ലൈവ് ക്വിസസിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഒരു ഓൺലൈൻ എക്സാമിന്റെ അതേ ടെംപ്ലേറ്റിലാണ് അൺഅക്കാഡമിക് ക്വിസ് പ്ലാറ്റ്ഫോംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അപ്പം തന്നെ റിയൽ ടൈമിൽ തന്നെ ആ ക്വിസ് അറ്റൻഡ് ചെയ്യാം. അപ്പം തന്നെ റിയൽ ടൈം അനാലിസിസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ നിങ്ങൾ അൺഅക്കാഡമിയിലെ ഒരു കംപ്ലീറ്റ് എക്സാം എടുക്കുകയാണെങ്കിൽ വി വിൽ പ്രൊവൈഡ് യു എ ഡീറ്റെയിൽഡ് അനാലിസിസ്. നിങ്ങൾ കംപ്ലീറ്റ് ആയ ഒരു എക്സാം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാതെ വിട്ടു എന്ന കാര്യം, എത്ര ക്വസ്റ്റ്യൻ നിങ്ങളുടെ കറക്റ്റ് ആയി, എത്ര ക്വസ്റ്റ്യൻ നിങ്ങളുടെ റോങ് ആയി, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ എത്ര സമയം കൺസ്യൂം ചെയ്തു, ഓക്കെ, ആരാണ് ടോപ്പർ, നിങ്ങളുടെ പൊസിഷൻ എത്രയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഒരു വലിയ കളക്ഷൻ, ബോത്ത് PDF-കൾ അതുപോലെ തന്നെ PPTs എന്ത് ചെയ്യുന്നുണ്ട്, അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 month മുതൽ 24 months, അതായത് 2 വർഷം വരെയുള്ള പ്ലാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ 1 month 3 month പ്ലാൻസ് എന്നെല്ലാം പറയുന്നത് ജസ്റ്റ് ഒരു
ഈ 1 month പ്ലാൻ എന്നെല്ലാം പറയുന്നത് ഒരു സ്റ്റാർട്ടർ പ്ലാൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോം ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയി കുറച്ചൊരു വലിയ പ്ലാൻ എടുക്കുന്നതിന് മുന്നോടിയായി ഒരു മാസം ഒന്ന് അൺഅക്കാഡമി കണ്ടന്റ്സ് ഒന്ന് കാണുന്നതിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 1 month പ്ലാൻ യൂസ് ചെയ്യാം. ദെൻ അതല്ല, നിങ്ങൾ ഏതെങ്കിലും തൊട്ടടുത്ത് വരുന്ന ഒരു എക്സാമിനെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് ഒരു 60 ദിവസം അല്ലെങ്കിൽ ഒരു 90 days അതിനകത്തൊക്കെ വരുന്ന ഒരു 2-3 മാസത്തിനകത്ത് വരുന്ന ഏതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ആണ്, ഒരു സീരിയസ് ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ 3 months പ്ലാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ വെറും 3,150 rupees മാത്രമേ ഉള്ളൂ. സോ പെർ മന്ത് നിങ്ങൾക്ക് വെറും 1,050 rupees മാത്രമേ വരുന്നുള്ളൂ. ദെൻ 6 months പ്ലാൻ ഉണ്ട്. ഓക്കെ, 5,040 rupees ആണ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ എക്കണോമിക്കൽ ആയ ഒരു പ്ലാൻ ആണ്. സോ 6 months എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നിലധികം എക്സാംസ് എല്ലാം ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പെർ മന്ത് ജസ്റ്റ് 840 rupees മാത്രമേ വരുന്നുള്ളൂ അല്ലേ. വളരെ ചീപ്പാണ് അൺഅക്കാഡമി പ്ലാൻസ് എന്ന് പറയുന്നത്. ദെൻ ഇയർലി സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ഇയർലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ പെർ മന്ത് വെറും 525 rupees മാത്രമേ നിങ്ങൾക്ക് മാറ്റി വെക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ നെറ്റ് ബില്ലിനേക്കാളൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും 525 എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇയർലി അല്ലെങ്കിൽ ടോട്ടലായി നിങ്ങൾക്ക് വരുന്നത് 6,300 rupees മാത്രമാണ്. ദെൻ 24 months പ്ലാൻ, അതായത് 2 വർഷത്തെ പ്ലാൻ ഉണ്ട്. 7,560 rupeesന്റെ പ്ലാൻ ഉണ്ട്. നിങ്ങളൊരു ലോങ് ടേം ആസ്പിറന്റ് ആണ്, നിങ്ങളൊരു 2 വർഷത്തിലധികം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 24 months പ്ലാൻ എടുക്കാം. ഓൾസോ എപ്പോഴും പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള വലിയ പ്ലാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അൺഅക്കാഡമിയിൽ എപ്പോഴും പുതിയ എഡ്യൂക്കേറ്റേഴ്സ് വരുന്നുണ്ടാവും, പുതിയ കണ്ടന്റ് വരുന്നുണ്ട്. സോ നിങ്ങളുടെ പ്ലാൻ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുതിയ കണ്ടന്റുകളൊന്നും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. സോ എപ്പോഴും കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ള പ്ലാൻസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓൾസോ അൺഅക്കാഡമി ഒരു നോ കോസ്റ്റ് EMI നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 6, 12, 24 months പാക്കേജിന്റെ കൂടെ. ദെൻ നിങ്ങൾക്ക് ഇതിന് പുറമെ ഒരു 10% ഓഫ് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ arun01 ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് പ്ലാൻ എടുത്താലും നിങ്ങൾക്ക് അഡീഷണൽ ഒരു 10% ഓഫ് കൂടെ ലഭിക്കുന്നതാണ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ. സോ എല്ലാവരും ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സോ ദെൻ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏത് എക്സാമിനും 1-2 ചോദ്യങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു സെക്ഷൻ കൂടെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ എന്താണ് DPSP എന്നാണ് നമ്മളതിനെ ഷോർട്ടായിട്ട് പറയാം. സോ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഭരണകൂടത്തിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് അല്ലെ. ഒരു പുതിയ നിയമം നിർമ്മിക്കുന്ന സമയത്തോ അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും നയപരമായ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഭരണഘടനാപരമായ നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഗവൺമെന്റിനുള്ള ഡയറക്ഷൻസ് ആണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിൽപ്പെട്ട ഗവൺമെന്റുകൾ, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്സ്, ഓൾസോ മറ്റ് ബോർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആർട്ടിക്കിൾ 13 അടിസ്ഥാനത്തിൽ പറയുന്ന സ്റ്റേറ്റ്സ് എന്നെല്ലാം പറയുന്നത് എന്തെല്ലാം വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള എല്ലാ ഗവൺമെന്റിനും ബാധകമായ നിർദ്ദേശക തത്വങ്ങളാണിത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതിന്റെ ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഡയറക്റ്റീവ് പോളിസി, അതായത് DPSP. ഓക്കെ, സോ DPSPയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ വി വിൽ യൂസ് സം കോഡ്സ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് DPSPയെ കുറിച്ച് പറയുന്ന ഭാഗം ഭരണഘടനയുടെ 4ാം ഭാഗം. ഓക്കെ, 3ാം ഭാഗം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 3ാം ഭാഗം മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് 4ാം ഭാഗം എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? യെസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഓക്കെ, ആർട്ടിക്കിൾസിന്റെ എണ്ണം ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് വരെയാണ്? ആർട്ടിക്കിൾ 36 to 51. ഓക്കെ, 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് എന്ത് പറയുന്നത്? നമ്മളുടെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചുള്ള പരാമർശമുള്ളത്. ദെൻ നമ്മൾ എവിടെ നിന്നാണ് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബോറോ ചെയ്തത് അല്ലെങ്കിൽ കടമെടുത്തത്? അത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറയുന്ന DPSP, ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന കാര്യം നമ്മൾ കടമെടുത്തത്.
ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് ഒരു പ്രിലൂഡ് ഉണ്ട്. അതായത് അതിനു മുമ്പ് അതിന് സമാനമായ മറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഭാഗമാണ്. ഓക്കെ, അത് വൈസ്രോയികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഭാഗമായിരുന്നു. ഓക്കെ, സോ അതിനും കൂടെ എന്തുണ്ട്, ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്നവർക്കുള്ള, അതായത് വൈസ്രോയിമാർക്കും മറ്റ് ഗവർണർമാർക്കും എല്ലാം ഉള്ള നിർദ്ദേശങ്ങളായിരുന്നു. ഇൻസ്ട്രുമെന്റ് ഓഫ് സക്സഷൻ ആണ് എന്ത് പറയുന്നത്, നമ്മുടെ DPSP ഒരു പ്രിലൂഡ് ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ പറയാൻ സാധിക്കുന്നത്. ദെൻ ഈ DPSP പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. സോ എന്താണ് ഒരു കാര്യം, ഓക്കെ, നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. എന്താണ് നോൺ ജസ്റ്റീഷ്യബിൾ ആവുക എന്ന് പറഞ്ഞാൽ? സോ നോൺ ജസ്റ്റീഷ്യബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്താണ്, ആ ലംഘനം ആരോപിച്ച് കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ള അവകാശം നമുക്ക് ഇല്ലാതാവുന്നു. അതാണ് നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളുടെ DPSPയിലെ ഒരു പ്രൊവിഷനും നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ DPSPക്ക് എതിരായി പോയി എന്നതിന്റെ പേരിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ നോൺ ജസ്റ്റീഷ്യബിൾ. ഒരു കോടതിയും എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് സക്സഷൻ നടപ്പിലാക്കിയില്ല എന്നതിന്റെ പേരിൽ ഗവൺമെന്റിനെ ശിക്ഷിക്കാനോ മറ്റു നടപടികൾ എടുക്കാനോ പോകുന്നില്ല. അപ്പൊ DPSP എന്ന് പറയുന്നത് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് നിർദ്ദേശങ്ങളാണ്. ഗവൺമെന്റിന് അതനുസരിച്ച് DPSPക്ക് അനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കാം, അല്ലാതെയും ഗവൺമെന്റിന് എന്ത് ചെയ്യാം, നിർമ്മിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരിക്കലും കോടതിയിൽ DPSPയുടെ പേരിൽ നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കില്ല. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാലും നമുക്ക് കോടതിയിൽ പോകാം. പക്ഷേ DPSPയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. രണ്ട്, DPSP എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു നിയമം നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തായിരിക്കണം ആ നിയമത്തിന്റെ സ്പിരിറ്റ്, എന്തായിരിക്കണം, അതിനെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ ശില്പികൾ എന്താണ് പറഞ്ഞത് എന്ന് തുടങ്ങിയ ഒരു സെറ്റ് ഓഫ് നിർദ്ദേശങ്ങളാണ് നമ്മുടെ DPSP എന്ന് പറയുന്നത്. സോ അതിൽ സാമ്പത്തികം, സാമൂഹിക, രാഷ്ട്രീയ പദ്ധതികൾ, ഓക്കെ, നമ്മളുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആധുനിക ജനാധിപത്യ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക അജണ്ടകളെ കുറിച്ചിട്ടുള്ള ഒരു വിഷൻ, അതാണ് നമ്മളുടെ DPSP എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ സാധിക്കുന്നത്. സോ DPSP എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്ട്രക്ഷൻസ് ഓർ റെക്കമെൻഡേഷൻസ് ടു ദ സ്റ്റേറ്റ് ഇൻ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഭരണകൂടങ്ങൾക്ക്, ഏത് തദ്ദേശീയ ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ യൂണിയൻ ഗവൺമെന്റോ, അവർക്കുള്ള ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലുള്ള നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയും, നമ്മളുടെ ഈ പറയുന്ന DPSP എന്ന് പറയുന്നത്. നമ്മളുടെ DPSPയെ ഒരു മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പൊ നമ്മളുടെ DPSPയിൽ കുറെ എണ്ണം ഗാന്ധിയൻ ഫിലോസഫിയിൽ ആകൃഷ്ടമായി അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് DPSPയിൽ. നമ്മൾ അതുവരെ പൊതുവിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നു. ദെൻ അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് നമ്മളുടെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, അല്ലെ, എന്താണ് സോഷ്യലിസം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. പിന്നെയുള്ളത് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ പൊതുവായിട്ട് നമ്മളുടെ നിർദ്ദേശക തത്വങ്ങളെ തരം തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഭരണഘടനയിൽ ഗാന്ധിയൻ ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തി രൂപം കൊണ്ട ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്ന് വില്ലേജ് പഞ്ചായത്തുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്, അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 40. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആസ്പിറൻസ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു PSC ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം, വില്ലേജ് പഞ്ചായത്തുകൾ ഓർഗനൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഏതിലാണ്?
നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ, മൗലിക അവകാശങ്ങളാണോ, നിർദ്ദേശക തത്വങ്ങളിലാണോ, അല്ലെങ്കിൽ നമ്മളുടെ മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലാണോ, ഇതിൽ ഏതിലാണ് വില്ലേജ് പഞ്ചായത്തുകൾ ആരംഭിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നത്? സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40. ഓക്കെ, DPSP ആണ്. ദെൻ പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ആർട്ടിക്കിൾ 43 എന്താണ് പറയുന്നത്? കൈത്തറി വ്യവസായങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ ഗാന്ധിജിയിൽ നിന്ന് സ്വീകരിച്ച തത്വങ്ങളാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തി സ്വീകരിച്ച തത്വങ്ങളാണ്. ദെൻ ആർട്ടിക്കിൾ 43B പറയുന്നത് എന്താണ്? സഹകരണ സംഘങ്ങൾ ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം ഒരു ഗാന്ധിയൻ മോഡൽ ഓഫ് എന്താ പറയുക ഡെവലപ്മെന്റ് അത് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ 43B പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിക്കുന്നതിനെ കുറിച്ചാണ്. ദെൻ ആർട്ടിക്കിൾ 46. ഓക്കെ, ആർട്ടിക്കിൾ 46 എന്താണ് പറയുന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക്കൽ ഇൻട്രസ്റ്റുകൾ, ഓക്കെ, അവരുടെ വിദ്യാഭ്യാസവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഓക്കെ, അത് ആർട്ടിക്കിൾ 46 കൊടുക്കുന്ന നിർദ്ദേശമാണ്. ദെൻ ആർട്ടിക്കിൾ 47 ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്താണ്? തീർച്ചയായിട്ടും നിരോധിക്കുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 47 ആണ് അല്ലെ. അപ്പൊ മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം എന്താണ് നമുക്ക് നിരോധിക്കാൻ സാധിക്കും. ഭരണഘടന തന്നെ അത്തരത്തിലൊരു വിഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് ആർട്ടിക്കിൾ 47 അപ്പൊ അതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. ഒരുപക്ഷെ PSCക്ക് അങ്ങനെ ആയിരിക്കാം ചോദ്യം വരിക. പ്രൊഹിബിഷൻ ആർട്ടിക്കിൾ 47 സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണോ, ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ ആണോ, അതോ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗോവധ നിരോധനം, prohibit the slaughter of cows, calves and other milk and draught cattle and to improve their breeds അല്ലെ. അപ്പോൾ ഗോവധ നിരോധനത്തെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടതിനെ കുറിച്ചും എവിടെ പറയുന്നുണ്ട്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48 പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, നമ്മളുടെ DPSPയിലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ് അല്ലെ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തി രൂപം കൊണ്ട നിർദ്ദേശക തത്വങ്ങൾ എന്ന് നോക്കാം. ആദ്യം തന്നെ ആർട്ടിക്കിൾ 38. ഓക്കെ, ആർട്ടിക്കിൾ 38 എന്താണ് പറയുന്നത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഓൾസോ മിനിമൈസ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ് ആൻഡ് ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ എന്താണ് നമ്മളുടെ സമൂഹത്തിലുള്ള ഈ പറയുന്ന ആ ഒരു തുല്യതയില്ലായ്മ, ഓക്കെ, അപ്പോ അങ്ങനെയുള്ള സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. അതാണ് ആർട്ടിക്കിൾ 38 പറയുന്നത്. ദെൻ റൈറ്റ് ടു അഡ്യൂക്കേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺസ്. എല്ലാ പൗരന്മാർക്കും എന്താണ്? ജീവനോപാധി ഉണ്ടായിരിക്കണം, അതൊരു അവകാശമാണ്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ദ കോമൺ ഗുഡ്. എന്താണ്? വിഭവങ്ങളുടെ തുല്യമായ വിതരണം സമൂഹത്തില് നടക്കണം. സമൂഹത്തിന്റെ പൊതു നന്മയ്ക്ക് അനുസൃതമായി എന്ത് ചെയ്യപ്പെടണം? വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടണം. ഓൾസോ പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. സമ്പത്തും അതുപോലെ തന്നെ ഉൽപാദനോപാധികളും കേന്ദ്രീകരിക്കപ്പെടുന്നതിന് എതിരായ നടപടികൾ സ്വീകരിക്കണം. ദെൻ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ അല്ലെ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം. പ്രിസർവേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് പോസിബിൾ അബ്യൂസ്. അപ്പൊ എന്താണ്? ജോലിക്കാരുടെ ആരോഗ്യമെല്ലാം തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ കുട്ടികളെ എന്താണ് പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം തടയണം. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അല്ലെ. കുട്ടികളുടെ ആരോഗ്യപരമായ വികാസം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 39 ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അല്ലെ. അതെല്ലാം വരുന്നത് ആർട്ടിക്കിൾ 39 അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏതൊരു ഭരണകൂടവും, നമ്മളുടെ രാജ്യത്തെ ഏതൊരു ഭരണകൂടവും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഇൻഡസ്ട്രി അങ്ങനെയൊക്കെയുള്ള ഏരിയാസിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഇതാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന വിഷൻ എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 39A ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് ലീഗൽ എയ്ഡ് ടു ദ പൂർ അല്ലെ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്താണ്?
സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തണം. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 39A ഓൾസോ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഓൾഡ് ഏജ്, സിക്നെസ് ആൻഡ് ഡിസേബിൾമെന്റ്. അപ്പൊ എന്താണ്? വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കണം, തൊഴിലില്ലായ്മ പരിഹരിക്കണം, അല്ലെ, ജോലി ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു അവകാശമാണ്. ഓക്കെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 41. ദെൻ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്, അല്ലെ, മനുഷ്യത്വപരമായ സാഹചര്യങ്ങൾ ഒരുക്കുക. എവിടെ? നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ. മെറ്റേണിറ്റി റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെ അവരുടെ ഗർഭധാരണവും അല്ലെങ്കിൽ അവരുടെ ഡെലിവറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന സമയങ്ങളിൽ ഒരു മനുഷ്യത്വപരമായ സമീപനം അവരോടെല്ലാം സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഏത് ആർട്ടിക്കിൾ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 42 പറയുന്നുണ്ട്. ഓൾസോ സെക്യൂർ എ ലിവിംഗ് വേജ്, എ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ വർക്കേഴ്സ്. അപ്പൊ എന്താണ്? എല്ലാ ജോലിക്കാർക്കും എന്താണ്? ഒരു മാന്യമായ ജീവിത നിലവാരം, അതുപോലെ തന്നെ എന്താണ്? സാമൂഹ്യവും സാംസ്കാരികവുമായ അവസരങ്ങളും ആർക്കൊരുക്കി കൊടുക്കണം? എല്ലാ ജോലിക്കാർക്കും ഒരുക്കി കൊടുക്കണം. അപ്പൊ അത് ആർട്ടിക്കിൾ 43 പറയുന്നുണ്ട്. ദെൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ആർട്ടിക്കിൾ 43A ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മളുടെ വ്യവസായങ്ങളുടെ അല്ലെങ്കിൽ വ്യവസായശാലകളുടെ എല്ലാം നടത്തിപ്പിലും അതിന്റെ മേൽനോട്ടത്തിലും എല്ലാം ആരെ കൂടെ പങ്കാളിയാക്കണം? അവിടുത്തെ തൊഴിലാളികളെ കൂടെ പങ്കാളിയാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 43 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 43A. Then raise the level of nutrition and the standard of living of people and to improve public health. അപ്പോൾ പൊതുജന ആരോഗ്യം, അല്ലെ, പൊതുജന ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തപ്പെടേണ്ടതിന്റെയും അതുപോലെ തന്നെ എന്താണ്? അവരുടെ പോഷകാംശം, അല്ലെ, പോഷകാംശമുള്ള ആഹാരം അതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആർട്ടിക്കിൾ 47 ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. സോ ഇതെന്താണ്? നമ്മളുടെ ഒരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ ആണ്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ. ദെൻ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ എന്താണ്? ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. അതൊരു പ്രധാനപ്പെട്ട അനുച്ഛേദമാണ്. ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചിട്ടുള്ള പരാമർശമുള്ളത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ഭാഗത്താണെന്ന് ചോദിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലാണോ, DPSPയിലാണോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ വരാം. ഏകീകൃത സിവിൽ കോഡ് എവിടെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 44 DPSPയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അൺടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. അപ്പോൾ 6 വർഷം, അല്ലെ, 6 വർഷം വരെയുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സ്റ്റേറ്റ് ഒരുക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്താണ്? അതിനുശേഷമുള്ള അവരുടെ സൗജന്യ വിദ്യാഭ്യാസത്തിന് വേണ്ട പ്രൊവിഷൻസ് കൊണ്ടുവരണമെന്ന് ആർട്ടിക്കിൾ 45 പറയുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻ, അല്ലെ, ആധുനികവും ശാസ്ത്രീയവുമായ അടിസ്ഥാനത്തിൽ കൃഷിയും നമ്മളുടെ മൃഗപരിപാലനവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 48 DPSP അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓൾസോ പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവിറോൺമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പൊ അതിനെക്കുറിച്ച് എവിടെയാണ്? നമ്മളുടെ പരിസ്ഥിതിയും നമ്മളുടെ വനവും വന്യജീവി സമ്പത്തും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 48A ആണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഓൾസോ എന്താണ്? പ്രൊട്ടക്ട് മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്. ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങള്, അല്ലെ, അത്തരം എന്താ പറയാ, അത്തരം മോണുമെന്റ്സ്, അല്ലെ, അത്തരം നിർമ്മിതികൾ, ചരിത്രപരമായ പ്രാധാന്യമുള്ള നിർമ്മിതികളെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 49. Then separate judiciary from the executive in public services of the state, അല്ലെ, ജുഡീഷ്യറി എന്താണ്? നമ്മളുടെ സംസ്ഥാനത്തിന്റെ പബ്ലിക് സർവീസിൽ നിന്നും, എക്സിക്യൂട്ടീവിന്റെ പബ്ലിക് സർവീസിൽ നിന്നും എന്താണ്? സെപ്പറേറ്റ് ചെയ്യണം. അതായത് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റുകളെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലേക്കൊക്കെയുള്ള അപ്പോയിന്റ്മെന്റ് ആരാണ്? സംസ്ഥാന എക്സിക്യൂട്ടീവ് നടത്തരുത്. അതെന്താണ്? അത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ബേസിക് സ്ട്രക്ചറിനെ, അല്ലെ, എഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണ്? ജുഡീഷ്യറിയെ സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്.
Then promote international peace and security and maintain just and honorable relationship with nations. അപ്പോൾ എന്താണ്, ഒരു സാർവദേശീയ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളുടെ രാജ്യം എടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ എടുക്കണം. അയൽ രാജ്യങ്ങളുമായി എല്ലാം എന്താണ്, നല്ല ബന്ധത്തിൽ ഏർപ്പെടണം. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലെ മാർക്കിങ്സ് എല്ലാം ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. ഇനി ആസ്പിറൻസിന് ആർക്കെങ്കിലും ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് അതൊരു നോട്ടായി നിങ്ങളുടെ ലാസ്റ്റ് ടൈം റിവിഷൻ എല്ലാം യൂസ് ചെയ്യാം. സോ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഓൾസോ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയാണ് നമ്മളുടെ DPSPകളെ ബ്രോഡായി തരംതിരിച്ചിരിക്കുന്നത്. സോ ദെൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എല്ലാം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള SI എക്സാമിന്റെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത്, ഒരു ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടന്ന ഒരു ഡിബേറ്റിനെ സംബന്ധിച്ചാണ്. ഒരു കോട്ട് കൊടുത്തിട്ട് അത് ആര് പറഞ്ഞതാണ് എന്ന് ചോദിച്ച് താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിക്ക് തന്നെ ഫ്രെയിം ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഹൂ ടോൾഡ് DPSPs ആസ് മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് ആസ്പിറേഷൻസ്? ഓക്കെ, ആരാണ് നമ്മളുടെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് ഈ പറയുന്ന കോട്ട് നടന്നത്? മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് ആസ്പിറേഷൻസ്, നമ്മളുടെ ലക്ഷ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും എല്ലാം മാനിഫെസ്റ്റോ ആണ് നമ്മളുടെ DPSP എന്ന് പറയുന്നത്. ആരാണ്, ഏത് വ്യക്തിയാണ് അത് പറഞ്ഞത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു 2 വർഷം മുമ്പുള്ള SI ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൽ മറ്റൊരു കോട്ടായിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതേ മോഡലിലാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. സോ ഓപ്ഷൻ എ KC വരെ, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി TT കൃഷ്ണമാചാരി, ഓപ്ഷൻ ഡി KT ഷാ. ഓക്കെ, സോ ആസ്പിറൻസ് ആൻസർ ഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ആൻസർ ഈസ് എ, KC വരെയാണ് അത് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹൂ ഒപ്പീനിയൻ ദാറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ എയിംഡ് അറ്റ്? സോ ഇതും ആ ക്വസ്റ്റ്യന്റെ മോഡലിൽ തന്നെയാണ്. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മോഡൽസിലാണ് നമ്മൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. സോ ഹൂ ഒപ്പീനിയൻ ദാറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ എയിംഡ് അറ്റ് furthering the goals of social revolution or to foster this revolution by establishing the conditions necessary for such union? ആരാണ് DPSP യെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? എന്താണ് furthering the goals of social revolution? സാമൂഹിക വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോവാം, അല്ലെങ്കിൽ എന്താണ് ആ റവല്യൂഷൻ നടപ്പിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് സൃഷ്ടിക്കുക. ആരാണ് നമ്മളുടെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ബി KC വരെ, സി LM ശൃംഗി, ഡി ഗ്രാൻവൈൽ ഓസ്റ്റിൻ. സോ ആരാണ്? ഓക്കെ, ആരാണ്? ഓപ്ഷൻ ഡി ഗ്രാൻവൈൽ ഓസ്റ്റിൻ ആണ് അങ്ങനെ പറഞ്ഞത്. ദ ന്യൂ ഡയറക്റ്റീവ് പോളിസീസ്, ഭരണഘടനാ നിർമ്മാണ വേളയിൽ അല്ലാതെ പല ഭേദഗതികളിലൂടെയും ചില പുതിയ ഡയറക്റ്റീവ് പോളിസീസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? To secure opportunities for healthy development of children, അല്ലെ, കുട്ടികളുടെ ആരോഗ്യപരമായ വികാസത്തിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അത് ആർട്ടിക്കിൾ 39 ആണ് പറയുന്നത്. To promote equal justice and to provide free legal aid to poor, അത് 39A ആണ്. അത് പറഞ്ഞു, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ അത് പിന്നീട് ഇൻസേർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രൊവിഷൻ ആണ് 39. എന്താണ്? സൗജന്യ നിയമസഹായം കൊടുക്കുക. Then to take steps to secure the participation of workers in the management of industries, article 43A. Protect and improve environment and safeguard forest wildlife, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. സോ ഇതെല്ലാം പിന്നീട് ഇൻസേർട്ട് ചെയ്യപ്പെട്ട ചില പ്രൊവിഷൻസ് ആണ്. സോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Then 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ DPSPയിൽ വരുത്തിയ മാറ്റമാണ് ആർട്ടിക്കിൾ 38. State to minimize inequalities in income, status and facilities and opportunities. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രൊവിഷൻ ആണ്, പക്ഷെ അത് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് നോക്കാം. 44ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ്, അല്ലെ, അതിനൊരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 42 പോലെ തന്നെയുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് 44ാം ഭരണഘടനാ ഭേദഗതിക്കും. അപ്പൊ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന വരുമാനത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള നിർദ്ദേശക തത്വം വന്നത്. ദെൻ 86ാം ഭരണഘടനാ ഭേദഗതി, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്
എന്ത് വരുന്നത്? നമ്മളുടെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിരുന്നു എന്ത്? ആർട്ടിക്കിൾ 45. എന്താണ്? എലമെന്ററി എഡ്യൂക്കേഷൻ അല്ലെ, പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കണം എന്നത് ഒരു നിർദ്ദേശക തത്വമായിരുന്നു 2002 വരെ. 2002 ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? അത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാക്കി ഗവൺമെന്റ് മാറ്റി. ആർട്ടിക്കിൾ 21A അല്ലെ. അപ്പൊ അതെന്തായി? ജസ്റ്റിഷ്യബിൾ ആയി. ഇപ്പൊ എന്താണ്? സൗജന്യമായ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും അതൊരു പൗരന്റെ മൗലിക അവകാശമായിട്ട് മാറി. അപ്പൊ അതിനെ DPSPയിൽ നിന്ന് മാറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതി, 2002 86ാം ഭരണഘടനാ ഭേദഗതി. ഇനി 97ാം ഭരണഘടനാ ഭേദഗതി, 97th Amendment 2011. State to promote voluntary formation, autonomous functioning, democratic control and professional management of cooperative societies അല്ലേ. സോ 2011 കൊണ്ടുവന്ന എന്താണ്? വോളണ്ടറി ആയിട്ട് തന്നെ സ്വയംഭരണ അധികാരമുള്ള ജനാധിപത്യപരമായ നിയന്ത്രണങ്ങളെല്ലാമുള്ള പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന സഹകരണ സംഘങ്ങൾ ആരംഭിക്കണം എന്നത് 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന പ്രൊവിഷനാണ്. ആർട്ടിക്കിൾ 43B. ഓക്കെ, ആർട്ടിക്കിൾ 43B. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ പോളിസി DPSPയുടെ ഭാഗമായി നടത്തിയ ചില നടപടികൾ എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പല സംസ്ഥാനങ്ങളും ലാൻഡ് റിഫോംസ് പാസ് ചെയ്തു. ദെൻ മിനിമം വേജസ് ആക്ട് വന്നു, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ബോണസ് ആക്ട് വന്നു, നമ്മളുടെ കരാർ തൊഴിൽ അതിനെ നിയന്ത്രിക്കുന്ന ആക്ടുകൾ വന്നു. അതുപോലെ തന്നെ എന്താണ്? ചൈൽഡ് ലേബർ അല്ലെ, അത് നിരോധിക്കുന്ന നിയമം വന്നു. ബോണ്ടഡ് ലേബറിനെ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. ട്രേഡ് യൂണിയനുകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം വന്നു. ഫാക്ടറീസ് ആക്ട് 1948, മൈൻസ് ആക്ട്, ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്. അപ്പൊ ഇതെല്ലാം ഈ ആക്ടുകളുടെ എല്ലാം സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ DPSP ആയിരുന്നു. DPSPയിൽ പറഞ്ഞ പ്രൊവിഷൻ അനുസരിച്ചാണ് ഈ പല ആക്ടുകളും വന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് ആക്ടുകൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ചില പ്രധാനപ്പെട്ട ആക്ടുകളാണ്. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അതെല്ലാം വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? DPSPയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് മെറ്റേണിറ്റി സമയത്തൊക്കെ ഹ്യൂമൻ കണ്ടീഷൻ. സോ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, ഇതിൽ നിന്നാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട്, എന്തിനാണ്? ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഖാദി ബോർഡുകൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ബോർഡ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ മോണുമെന്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം പറഞ്ഞു. അതിനുവേണ്ടി എന്ത് ചെയ്തു? ആൻഷ്യൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1951. ചിലപ്പോൾ ഒരു ആക്ട് തന്നെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ഏതിൽ നിന്ന് ഇന്നോവേഷൻ അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തി വന്നതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം എന്താണ്? DPSPയെ അടിസ്ഥാനമാക്കി DPSPയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു നിയമമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ദെൻ ഇത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് BDO 2016 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എല്ലാ ക്ലാസ്സിലും കുറച്ച് PSC ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദി ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഏതാണ്? അമ്മീറ്റർ ആണ് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വോൾട്ട്മീറ്റർ അല്ല, വോൾട്ട്മീറ്റർ എന്താണ്? വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിനാണ്. ദെൻ വിച്ച് among the following is the reason for astigmatism? അസ്റ്റിഗ്മാറ്റിസത്തിന്റെ റീസൺ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ഡിഫക്ട് ഇൻ ദ കർവേച്ചർ ഓഫ് കോർണിയ. ഓക്കെ, അതാണ് അസ്റ്റിഗ്മാറ്റിസത്തിന്റെ ഇതെന്ന് പറയുന്നത്. ദെൻ ദ മാൻ കാൾ അപ്പോസ്റ്റൽ ഓഫ് ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡിന്റെ അപ്പോസ്തലൻ എന്ന് ആരെയാണ് വിളിച്ചത്? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ഡി, റിച്ചാർഡ് കോബ്ഡൻ ആണ് ഫ്രീ ട്രേഡിന്റെ അപ്പോസ്റ്റൽ. ഓക്കെ, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഒരു മർച്ചന്റ് ആയിരുന്നു. അദ്ദേഹം ലോകമെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ത് വന്നത്? ഈ പറയുന്ന ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാരത്തിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടുള്ള ബോധ്യം വന്നത്. സോ അദ്ദേഹം ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം എന്താണ് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ അല്ലെ, ട്രേഡ് പ്രൊട്ടക്ഷനൊക്കെ എതിരെ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിനൊക്കെ എതിരെ അദ്ദേഹം വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതിഷേധിച്ചിട്ടുണ്ട്. സോ
സോ അതുകൊണ്ടാണ് റിച്ചാർഡ് കോപ്ടൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം 2 ഫ്രീ ട്രേഡ് ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. സ്വതന്ത്ര വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള 2 പ്രചാരണങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആന്റി കോൺ ലോ ലീഗ്, അത് ഈ ഇറക്കുമതി തീരുവ എല്ലാം എടുത്തു കളയണം എന്നതുമായി ബന്ധപ്പെട്ടാണ് ആന്റി കോൺ ലോ ലീഗിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോബ്ഡൻ ഷെവലിയാർ ട്രീറ്റി, ഇത് രണ്ടും അദ്ദേഹം ഏറ്റെടുത്ത 2 പ്രമുഖ പ്രചാരണങ്ങളായിരുന്നു സ്വതന്ത്ര വ്യാപാരത്തിന് വേണ്ടി. സോ ഓപ്ഷൻ ഡി റിച്ചാർഡ് കോബ്ഡൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ജംഗിൾ ബുക്ക് എഴുതിയത് ആരാണ്? എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ് അല്ലെ, റുഡ്യാർഡ് കിപ്ലിംഗ് ആണ് ജംഗിൾ ബുക്ക് എഴുതിയത്. ദെൻ എക്സ്പെരിമെന്റ്സ് വിത്ത് അൺട്രൂത്ത്. ഓക്കെ, സോ ഇത് കുറച്ച് ഒരുപക്ഷെ വേറൊരു ഉത്തരം കൂടെ ഉണ്ട്. അതായത് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് അൺട്രൂത്ത് എന്നതാണെങ്കിൽ അത് JC ജൈനിന്റെ ഒരു ബുക്ക് ഉണ്ട്. എക്സ്പെരിമെന്റ്സ് വിത്ത് അൺട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മൈക്കിൾ ആൻഡേഴ്സന്റെ ബുക്കാണ്. ഓക്കെ, ആരുടെയാണ്? മൈക്കിൾ ആൻഡേഴ്സൺ. ഓപ്ഷൻ ബി മൈക്കിൾ ആൻഡേഴ്സന്റെ ബുക്കാണ്. ദെൻ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു ബുക്കാണ്. അപ്പൊ നമ്മളുടെ രാജ്യത്തെ അടിയന്തരാവസ്ഥ നിലനിന്ന കാലത്ത് നമ്മളുടെ രാജ്യം സന്ദർശിച്ച ഒരു വിദേശ പത്രപ്രവർത്തകനാണ് മൈക്കിൾ ആൻഡേഴ്സൺ. ഓക്കെ, അപ്പൊ അദ്ദേഹം അടിയന്തരാവസ്ഥയെ കുറിച്ച് എഴുതിയ അക്കൗണ്ട് ആണ് എക്സ്പെരിമെന്റ്സ് വിത്ത് അൺട്രൂത്ത്. വീഡിയോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി മൈക്കിൾ ആൻഡേഴ്സൺ. Then the man responsible for the beginning of Aligarh Muslim University ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അല്ലെ. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ കൺവെൻഷണൽ ആയ മതപഠനം മാത്രം പോരാ, മറിച്ച് എന്താണ്, ശാസ്ത്രത്തിലും മറ്റുമെല്ലാമുള്ള അറിവ് വേണം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ എഡ്യൂക്കേഷണൽ വിഷണറി ആണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹമാണ്. Okay, so then father of nuclear research in India ആരാണ്? നമുക്കെല്ലാം അറിയാം, ഹോമി ജെ ബാബയാണ്. Then prime minister at the time of interim ഗവൺമെന്റിന്റെ സമയത്ത് പ്രൈം മിനിസ്റ്ററുടെ ചുമതല ആർക്കാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അത് പ്രോപ്പർ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാനം വന്നില്ല. ഓക്കെ, നമ്മളുടെ വൈസ്രോയുടെ കൗൺസിൽ തന്നെയാണ് ഇന്ററിം ഗവൺമെന്റ് ആയിട്ട് മാറിയത്. അപ്പൊ അതിലെ വൈസ് പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്ന നെഹ്റുവിന് തന്നെ ആയിരുന്നു എന്തായത്, പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളെല്ലാം ലഭിച്ചിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കപ്പെട്ടത്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് കറക്റ്റ് ആയ ആൻസർ. സോ ഇത്രയാണ് നമ്മളുടെ DPSP യെ കുറിച്ചിട്ടുള്ള ക്ലാസ്. സോ എല്ലാവരും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന അൺഅക്കാഡമിയുടെ PSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പങ്കുവെക്കുക. ഓക്കെ, ഓൾസോ നിങ്ങൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന അവസരത്തിൽ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun01 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ അടിച്ചു കൊടുക്കുക, നിങ്ങൾക്കൊരു 10% ഓഫ് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്സസ്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.